ഒരു ബിസി ലൈഫിൽ നിന്ന് മാറിയിട്ട് മൈൻഡിനും എൻ്റെ ബോഡിക്കും നല്ലൊരു പീസ്ഫുൾ ഇത് കൊടുക്കാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് കക്കാടുള്ള സുസ്ഥിയുടെ പുതിയ ബ്രാഞ്ചിലോട്ടാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വെൽക്കമോട് കൂടിയിട്ടാണ് ഞാൻ സുസ്ഥിയിലോട്ട് കയറി ചെല്ലുന്നത് തന്നെ. നല്ലൊരു വെൽക്കം ഡ്രിങ്കിനോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് എനിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഡേ. എനിക്ക് എന്ത് വേണം, എൻ്റെ ബോഡിക്ക് എന്താണ് ആവശ്യം, അതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഡോക്ടർ എനിക്ക് ബാക്കിയുള്ള സെക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. 2 സെക്ഷനായിട്ട് തന്നെ എൻ്റെ മീ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. വളരെയധികം സ്ട്രെസ്സായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാനത് പ്രത്യേകം ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിലാക്സിങ് ഹെഡ് മസാജോട് കൂടിയിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ നെക്കും ഷോൾഡറും എല്ലാം മസാജിന് ശേഷം ഞാൻ ഒരുപാട് കൂളായ പോലെ എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ ബോഡി കൺസേണിനനുസരിച്ചിട്ട് എനിക്ക് ബോഡിക്ക് വേണ്ട എൻ്റെ ബോഡി പെയിനും ഇതിനെല്ലാം വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ ബോഡി മസാജാണ് അടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു മീ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹെയറിനെ പറ്റിയിട്ടായിരുന്നു. ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തലപുതിച്ചിലായിരുന്നു. വളരെ കൂളായിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു എനിക്കത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര റിലാക്സ് ചെയ്യുന്ന പോലത്തെ ഒരു ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ചൂടുവെള്ളത്തിലുള്ള നല്ലൊരു കുളിക്ക് ശേഷം ഞാൻ അടുത്തതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേശധൂപനാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ധൂപവാനാണ്. മൈഗ്രെയിനും നമ്മുടെ നോസിൽ കണ്ടീഷനും ഒക്കെ വളരെ നന്നായിട്ട് പണ്ടേ തൊട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ്. പിന്നെ അഞ്ജനം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ടാണ് പോയത്. റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ വീട്ടിലെ ആ ഒരു സമാധാനവും സ്വസ്ഥയൊക്കെ ഉള്ള പോലൊരു സ്ഥലമായിട്ടാണ്. ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ബിസി ലൈഫിൽ നിന്ന് മാറി ഞാൻ ഇത്രയും പീസ്ഫുള്ളായി ഇരിക്കുകയാണെന്നുള്ള ഒരു സമാധാനം എനിക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ. നല്ലൊരു ഹെൽത്തി ലഞ്ചായിരുന്നു. മസാലയും ഓയിലും ഒന്നുമില്ലാതെ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞ് നല്ലൊരു റെസ്റ്റിന് ശേഷം നേത്രധാരയോട് കൂടിയിട്ടാണ് എൻ്റെ ഈവനിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേത്രധാര ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആയിരുന്നു. അതിനുശേഷം എൻ്റെ 2 മൂക്കിലും ഒരു ഡ്രോപ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ബോഡി സ്ക്രബോട് കൂടിയിട്ടാണ് എൻ്റെ റെജുവിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ബോഡിക്ക് സൂട്ടാവുന്ന രീതിയിലുള്ള ഒരു ബോഡി പാക്കും. കുറേ പിമ്പിൾസും സ്കിൻ പ്രോബ്ലം ഉള്ള എനിക്ക് നല്ല ഹെർബലായിട്ട് എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഫേസ് പാക്കാണ് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുന്നില്ല ഞാൻ എത്രമാത്രം റിലാക്സ്ഡ് ആയിന്ന്. നല്ലൊരു പ്രോട്ടീൻ ഷേക്കോട് കൂടിയിട്ട് ഞാനിന്ന് എൻ്റെ ഹോൾ ഡേ പാക്കപ്പ് വരെയാണ്. ഉറപ്പായിട്ടും ഇനി ഒരു മീ ടൈം ഉണ്ടെങ്കിൽ, എനിക്കൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്വസ്ഥയിലെ ഈ ഒരു പാക്കേജ് ഉറപ്പായിട്ടും എടുക്കുന്നതായിരിക്കും.